ഹായ്. അപ്പോഴേ നമ്മൾ കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് കണ്ടു, പക്ഷെ നമ്മൾ ജ്വല്ലറി ആയിട്ട് വന്നിട്ട് കുറേ ദിവസമായില്ലേ. അപ്പോൾ ഇന്നും വരാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇന്നും വന്നു. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ഇപ്പം അമ്മയ്ക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കമൻസിൽ നമുക്കത് അറിയാൻ പറ്റും. നിങ്ങളൊക്കെ കണ്ടു കാണുമായിരിക്കും. ഒരുപാട് പേര് കമൻസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അമ്മയുടെ അസുഖം വേഗം മാറണേ. പിന്നെ പോയിട്ട് എൻ്റെ നമ്പർ അറിയാവുന്നവർ എന്നെ പേഴ്സണലായിട്ടും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലാത്ത നമ്പറിലും എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എപ്പോഴും ചോദിക്കുന്നവരുണ്ട്. ക്ഷേത്രങ്ങളിൽ പോയി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയവരുണ്ട്, ഒക്കെ എനിക്ക് അറിയാവുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ എന്നെ വിളിച്ചിങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. എന്നും വിശേഷങ്ങൾ തിരക്കുന്നുണ്ട്. പിന്നെ എന്നും വിശേഷം തിരക്കുന്ന 2-3 പേരുണ്ട്. ഒന്ന് പ്രസന്ന അമ്മ, ഒന്ന് നമ്മുടെ കോട്ടയത്തുള്ള അമ്മ, പിന്നെ വേറെ 1-2 പേരൂടെ. അവരെന്നും തിരക്കും. അപ്പം നമ്മളൊരു കൂട്ടപ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലർക്കും മനസ്സിലാവില്ല അതെന്താണെന്നുള്ളത്. പക്ഷെ അതെനിക്ക് മനസ്സിലാവും. ചിലപ്പോൾ നമുക്ക് കഷ്ടകാലമാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ചിലപ്പോൾ അത് ഏൽക്കണമെന്നില്ല. പക്ഷേ അത് മറ്റൊരാൾക്ക് നല്ല സമയമാണെങ്കിൽ അവരും കൂടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് നമുക്ക് ഏൽക്കും. അത് മിക്ക ആൾക്കാർക്കും അത് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അത് ഞാൻ എൻ്റെ ഓരോ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ കൂട്ടപ്രാർത്ഥനയുടെ ഫലമാണ് അമ്മയ്ക്ക് ഒരുവിധം ഭേദമായിട്ടുണ്ട്. അത് ഇച്ചിരി ക്രിട്ടിക്കൽ ആയതുകൊണ്ടാണ് ഈ മെല്ലെ സ്റ്റെപ്പ് അമ്മയുടെ അസുഖം മാറി വരുമെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. അപ്പം നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റഡാണ്. ആ സ്റ്റഡാണെന്ന് പറഞ്ഞാലും കുറച്ച് വെറൈറ്റി ആയിരിക്കുമല്ലോ ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കുറച്ച് സമയം നമുക്ക് നല്ല ക്ലിയർ അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ തോന്നത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ അങ്ങ് മാറിപ്പോയി. പക്ഷേ എങ്കിലും എനിക്ക് വരാതിരിക്കാൻ വയ്യ. പിന്നെ ഒന്ന് മടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിനെ സംബന്ധിച്ച് നമുക്കൊക്കെ ഒരു മടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തോട്ട് വീണ്ടും ഇങ്ങോട്ട് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് പാടാണ്. അതേ പാട് എനിക്ക് ഇന്നും ഉണ്ട് കേട്ടോ. വരാൻ വേണ്ടി എന്തോ മടിയാണ്, എന്നെ അങ്ങ് ബാധിച്ച പോലെയാണ്. എങ്കിലും നിങ്ങൾ 2 പ്രാവശ്യമൊക്കെ എനിക്കറിയാം. ഒരു ബുധനാഴ്ച ഞാൻ വരാതിരുന്നപ്പോൾ ആരോ അതിനകത്ത് എഴുതിയിരുന്നു, അയ്യോ ഇനിയിപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച വരെ കാത്തിരിക്കണമെന്ന്. ആ ശനിയാഴ്ച ഞാൻ എത്തിയില്ല എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് എന്നെ വല്ലാതെ വേദനിപ്പിച്ച്. എത്താൻ പറ്റിയില്ല. പക്ഷേ ഇപ്പം ഞാൻ എത്തി. എന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ ഇട്ടത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്നറിയില്ല. പക്ഷേ ഇന്ന് നമ്മൾ സ്റ്റഡാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ സ്റ്റഡ് കണ്ടല്ലോ. സ്റ്റഡ് ഇങ്ങനെയാണ്, ഇതുപോലെ ഇരിക്കും സ്റ്റഡ് ചെയ്യുന്നത്. മറ്റേത് പിന്നെ കാണിക്കാം കേട്ടോ. സ്റ്റഡ് ഇതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇട്ടേക്കുന്ന ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇട്ടേക്കുന്ന ചക്കിരി എന്ന് പറയുന്നത് മീനാക്കാരി ചക്കിരിയാണ്. അത് കുറച്ച് വിലയുള്ള ചക്കിരിയാണ്. അതായത് ഈ ഒരു മീനാക്കാരി ചക്കിരി നമ്മൾ മാലയിലോ കമ്മലിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ, ആ വളയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് അങ്ങ് മാറും. അപ്പോൾ ഈ ഒരു കമ്മൽ ചെയ്ത് വരുമ്പോഴത്തന്നെ നമുക്ക് 125 രൂപ വാങ്ങിക്കാൻ പറ്റും. എങ്ങും നോക്കാതെ തന്നെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മീനാക്കാരി ചക്കിരിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു 3 കളറുണ്ട്. ഒരു ബ്ലാക്ക് ഉണ്ട്, മെറൂൺ ഉണ്ട്, ഒരു ഗ്രീനുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പം ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. പക്ഷേ നമുക്ക് വേറൊരു മോഡലിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കണ്ടോ. അടുത്ത മോഡൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്താണ് ഗുങ്കുരു നിറച്ചിരിക്കുകയാണ് കണ്ടോ. അതായത് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മുത്തല്ലായിരുന്നു കൊടുത്തത്, നടുക്ക് നമ്മൾ മുത്ത് കൊടുത്തു. പകരം ഞാൻ ഇതിനകത്ത് ഗുങ്കുരു കൊടുത്തു. ഇനി നിങ്ങൾക്ക് വേറെ വല്ല ഐഡിയാസ് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കണം, എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് റെഡിമെയ്ഡ് ഗുങ്കുരുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ റെഡിമെയ്ഡ് ഗുങ്കുരു അല്ലാതെ നമ്മൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലോ ഗുങ്കുരു ക്രിസ്റ്റൽ, 3mm ക്രിസ്റ്റലായിരിക്കണം ഇതിനകത്ത് നിങ്ങൾ ഗുങ്കുരു ഉണ്ടാക്കിയിട്ട് ഇതുപോലെ തയ്യാറാക്കി വെക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ. അപ്പോൾ നമ്മൾക്ക് ഇതിപ്പോൾ 10-14 ഗുങ്കുരു ഇട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ ഉണ്ടാക്കുന്ന ഗുങ്കുരു ആകുമ്പോൾ ഒരു 5-6 ഇട്ടാൽ മതി. അപ്പോൾ അത് നിറഞ്ഞു നിൽക്കും. അതായിരിക്കും കുറച്ചും കൂടി ഭംഗി വരുന്നത്. അത് പിന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റഡിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. മീനാക്കാരി ചക്കിരി, ഇത് 6mm വൈറ്റ് പേള്, ഫ്ലവർ സ്റ്റഡ് ലാർജ്, പേൾ ഗുങ്കുരു. പേളിൻ്റെയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. എന്നുവെച്ചാൽ ഒരുവിധമുള്ള ആൾക്കാർക്കെല്ലാം പേള് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ അമ്മമാരാണെങ്കിലും ശരി, കുറച്ച് ഏജുള്ള സ്ത്രീകളായാലും ശരി, അവർക്ക് വലിയ ആർഭാടം തോന്നാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പേളായിരിക്കും ഇഷ്ടപ്പെട്ടത്. സിമ്പിൾ മാല, പേള് മാല, 1-2 വള പേളിൻ്റേത്, ഒരു സ്റ്റഡും ഒക്കെ ചെയ്ത് പോകുമ്പോൾ നല്ല ലുക്കായിരിക്കും കേട്ടോ കാണാനായിട്ട്. പനിയാണ് കേട്ടോ. പനി എന്നെ വല്ലാതെ പിടിത് കൂടിക്കഴിഞ്ഞ്
പക്ഷെ എന്ത് ചെയ്യാൻ, ചുമ മാറുന്നില്ലല്ലേ? നിങ്ങൾക്കൊക്കെ കാണുമോ ഇങ്ങനെ പനി വന്നൊരു? ചുമയുള്ളവരെന്നെ ഒന്ന് അറിയിച്ചോളൂ, കൂടിയിരുന്ന് നമുക്ക് ചുമയ്ക്കാം, അല്ലാതെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോഴും നമുക്ക് ആദ്യം മീനാക്കാരി ചക്കിരി ഇട്ട്, മീനാക്കാരി, പിന്നെ ആദ്യം മീനാക്കാരി ചക്കിരി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, ലാസ്റ്റ് വരുമ്പോൾ ഇട്ടാൽ മതി. അപ്പോഴിത് കറക്റ്റാവും. ഇപ്പോൾ ആദ്യം ഇട്ടു എന്ന് വെച്ചുകൊണ്ട് അയ്യോ അവസാനം കൊണ്ടുവന്ന് ഇടരുത്. ആദ്യം മീനാക്കാരി ചക്കിരി ഇട്ടിട്ടുണ്ടെങ്കിൽ അവസാനം മീനാക്കാരി ചക്കിരി ഇടരുത് കേട്ടോ. ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് ഫസ്റ്റ് മീനാക്കാരി ചക്കിരി ഇട്ടിട്ടുണ്ട്, 1 2 3 5 പേളിട്ടിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ കമ്മലുണ്ടാക്കുമ്പോൾ 6 പേൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ 5 പേളേ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടെന്നറിയാമോ? ഈ 5 എന്നുള്ളത് ഈ മീനാക്കാരി എല്ലാം കൂടി കൂട്ടി വരുമ്പോഴത്തേക്ക് അത് ഒരു പേളിൻ്റെ സ്ഥാനമാണ് അതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും 5 എണ്ണം മതി. 6 എണ്ണമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വലുപ്പമായി പോകും. ഇതാകുമ്പോൾ കറക്റ്റായിരിക്കും. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഞാൻ മീനാക്കാരി ചക്കരി ഇട്ടിട്ടില്ല. അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചുറ്റി വരുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ കറക്റ്റ് ഒരു വന്ന് നിൽക്കും കണ്ടോ. ഇപ്പോൾ എല്ലാത്തിനും കവറിങ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം ഇടുന്നെങ്കിൽ അവസാനം ഇടരുത്, അവസാനമാണ് നിങ്ങൾ ഇടുന്നെങ്കിൽ ആദ്യം ഇടണ്ട. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും സ്റ്റഡ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ക്രീം കളറിലും ഉപയോഗിക്കാം കേട്ടോ. വൈറ്റ് പേളിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയാമോ? നമുക്ക് ഏത് കളറും അതിനകത്ത് ഗുങ്കുരു കൊടുക്കാൻ പറ്റും. പക്ഷെ കളർ പേളുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ മാച്ച് ചെയ്യുന്ന ഗുങ്കുരുകൾ മാത്രമേ അതിനകത്ത് ആഡ് ആകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കണ്ടല്ലോ, ഇങ്ങനെ വരുമ്പോൾ ഈ മീനാക്കാരി ചക്കിരികളെയൊക്കെ ഒന്ന് ഒതുക്കി അടുപ്പിച്ചൊക്കെ കൊടുക്കണം. ക്രിസ്റ്റലിനോട് ചേർന്ന് ഇതുപോലെ ആക്കി കൊടുക്കണം. ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയതാ ഇതിപ്പോൾ മാറിയിരിക്കുകയാണ് കണ്ടോ. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കവറായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതാ ഇപ്പോൾ കണ്ടോ, ഇതാ കവറിങ് ആയി. എന്നിട്ട് നന്നായിട്ട് കെട്ടുക. പശ തേച്ചിരിക്കണം കേട്ടോ. ഈ നൂലിൽ നല്ലതായിട്ട് പശ തേക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്നത് അതുവരെ നിൽക്കത്തുള്ളൂ, അനുസരിക്കത്തുള്ളൂ. ഇപ്പോൾ ചൈനയിലൊക്കെ പുതിയ പനിയുടെയൊക്കെ തരംഗം, വൈറസൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊക്കെ എത്ര സൂക്ഷിച്ചാലും വരാനുള്ളത് വരും, അത് ഉറപ്പാണ്. ഇപ്പോൾ പ്രായമായവർ മാത്രമല്ല കേട്ടോ, എല്ലാവരും സൂക്ഷിക്കണം ഈ ഒരു കാര്യത്തിൽ. റൗണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഫ്ലവർ സ്റ്റഡ് എടുക്കുകയാണ്. വലിയ ഫ്ലവർ സ്റ്റഡാണ്. കാരണം ഇത് വലിയ മുത്തായതുകൊണ്ട് മീഡിയം എടുത്താൽ ശരിയാവില്ല കേട്ടോ. അതുകൊണ്ടാണ്. പുതിയ ആൾക്കാർ കാണുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഈ ഫ്രെയിമിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടാണ് ഇറങ്ങുന്നത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കൈ പിടിച്ച് വെച്ചേക്കണം. ഫസ്റ്റ് ഒരു 2-3 തയ്യലിന് ശേഷം മാത്രമേ ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടമില്ലാതെ നിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പിടിച്ച് വെച്ച് തയ്ക്കണമെന്ന് പറയുന്നത്. അതാ ഇങ്ങനെ. അപ്പോഴിതാണ്ട് അതിൻ്റെ മൂട്ടിലൂടെ ഒന്ന് പിടിച്ച് വെച്ചേക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അതുവഴി എല്ലാം ചുറ്റും ആ തണ്ടിൽ ചുറ്റിക്കളയും. ചുറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കഥയില്ല. അതുകൊണ്ടാണ് എല്ലാം പറഞ്ഞു തരുന്നത്. ആരംഭത്തിലൊക്കെ ഞാൻ ഒരുപാട് വിവരിച്ച് ഇതിനെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അഥവാ ഇനിയും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ വീഡിയോ, ഫസ്റ്റ് വീഡിയോ, ഏകദേശം 2 ലക്ഷം പേര് കണ്ട വീഡിയോ ആണത്. അതൊക്കെ ഒന്ന് കയറി നോക്കൂ കേട്ടോ. നല്ല നല്ല സംഭവങ്ങളുണ്ട്. പക്ഷേ എനിക്ക് അങ്ങോട്ട് ഒന്നും ഒത്തു വരാത്തതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ ഒന്നും കാണിക്കാൻ പറ്റാതെ പോകുന്നത്. അങ്ങനെ ഓരോ ഭാഗവും തയ്ക്കുക. അകത്തൊന്നും നമ്മളിപ്പോൾ കൊടുക്കത്തില്ലല്ലോ. ഫുൾ തയ്യൽ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ കേട്ടോ. എപ്പോഴെപ്പോഴും പറയാത്ത എന്താണെന്നറിയാം, എല്ലാവർക്കും ബോറടിക്കും. അതുകൊണ്ടാണ് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. ഇതുവരെ സാധനങ്ങൾക്ക് ഓർഡർ തന്നിട്ടുള്ളവർക്കെല്ലാം നമ്മൾ ഇന്നലെ വരെ ഉള്ളവർക്ക് ഞങ്ങൾ അയച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെ നമ്മൾക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ഞങ്ങൾ അതിനൊരു ഇതും കാണിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ രാത്രി വന്നേലും കൊറിയറുകളൊക്കെ എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ രാവിലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ ഇനിയുള്ളവർ മാത്രം ഓർഡർ തരുന്നവരുടെ മാത്രമേ ഉള്ളൂ അയക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഇത് ഫുള്ളാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തുനിന്നൊരു 10-12 ഗുങ്കുരു നിറയ്ക്കുക. ഇതുപോലെ എണ്ണിയെടുക്കുക. എങ്കിലേ നമുക്ക് അടുത്ത കാതിലേക്കും കറക്റ്റ് ആകുള്ളേ. അതുപോലെ ഈ ഒരേ ഷേപ്പുള്ള ഗുങ്കുരു വേണം എടുക്കാനായിട്ട്. അല്ലാതെ അതിൻ്റെ ആ ഒരു റിങ്ങില്ലേ റൗണ്ട്, അത് വലിയതാണെങ്കിൽ നിങ്ങൾ അതൊന്നും എടുക്കില്ല. ഇതിനകത്ത് കുഞ്ഞത് കൊണ്ട് നല്ല ഒരേ ഷേപ്പിലുള്ള ഗുങ്കുരു ഉണ്ട്, അത് മാത്രം എടുക്കുക. വലിയതൊക്കെ നമുക്ക് വേറെ ഹാങ്ങിങ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട്, 20 പേൾ എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇതിനകത്തെ ആ വലിപ്പം ഉണ്ടല്ലോ, ആ റൗണ്ടില്ലേ, ആ റൗണ്ടിനെ ഉദ്ദേശമാണ് നമ്മളൊരു ഉദ്ദേശം വെച്ചാണ് എടുക്കുന്നത്. ആദ്യം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുത്ത് 20 എടുത്ത് നോക്കിയിട്ട് നമുക്ക് ഒന്ന് ഓപ്പോസിറ്റാണ് ഇറങ്ങേണ്ടത് കേട്ടോ. ഓപ്പോസിറ്റ് ഇറങ്ങുമ്പോഴത്തേക്ക് കെട്ടുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാൻ പറ്റും, ഇത് 20 ഓക്കെ ആണോ അതോ കുറയ്ക്കണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇങ്ങനെ വലിച്ച് വെച്ചിട്ട് ഇങ്ങനെ നോക്കാൻ പറ്റും. അപ്പോൾ ഇത് കുഴപ്പമില്ല, ഇത് കറക്റ്റാണ് കണ്ടോ. പക്ഷേ ഇങ്ങനെ വെച്ചങ്ങ് തയ്ക്കുകയല്ല ചെയ്യേണ്ടത്, ഇനി അതിനെ ഷേപ്പാക്കി കൊടുക്കണം. അതെങ്ങനെയെന്നറിയാം, ഒന്ന് ജസ്റ്റ് ലൂസാക്കിയിട്ട് പിന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കണം. ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ലെവൽ ചെയ്യുമ്പോഴത്തേക്ക് ഇവർ ഒതുങ്ങിയിരിക്കും. ഇതിപ്പോൾ ഒതുങ്ങിയിരിക്കുന്നുണ്ടോ, ഇത് ഞാൻ ടൈറ്റ് ചെയ്ത് പിടിച്ച് വെച്ചിട്ടാണ് ഇതിനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒതുങ്ങിയിരിക്കും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൊരുത്ത് കയറുമ്പോഴത്തേക്ക് ആ റിങ്ങൊക്കെ ഇല്ലേ ഒന്ന് ലൂസായൊക്കെ ഇരിക്കും. അതിനെ മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പഴയതുപോലെ നമ്മുടെ ഏതാണ്ട് ഇതിൻ്റെ ബാക്കിലത്തെ ആ നൂലിൻ്റെ ഏതെങ്കിലും ഒരു നൂലിൽ വന്നിറങ്ങിയ നൂലിൻ്റെ തൊട്ടടുത്തുള്ള നൂലിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഊരാക്കുടുക്കിയിടുക എന്ന് പറയും, ഒരു കെട്ടിയിടുക. ഒന്നല്ല, ഒരു 2 ഇട്ടോളൂ കേട്ടോ. ഇത് ചുമ്മാ ഈ ഒരു മാല, ഈ ഒരു കമ്മൽ മാത്രമായിട്ടല്ല, ശരിക്കും സെറ്റായിട്ട് ഇടുമ്പോഴാണ് നല്ല രസം. നമ്മൾ ഗുങ്കുരു പേൾമാല ചെയ്തില്ലേ ഒരിക്കൽ, അതിന് നല്ലതായിരിക്കും ഈ ഒരു കമ്മൽ. അപ്പോൾ ഏത് കളറാണെങ്കിലും ശരി നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. പല രീതിയിൽ കൊടുക്കാൻ കേട്ടോ, ഒരു രീതി മാത്രമല്ല. അങ്ങനെ നമ്മൾ 2 കമ്മലും ഉണ്ടാക്കിയിട്ടുണ്ട്, 2 സ്റ്റഡ്, ഒരു കാതിൽ, 2 കാതിലേക്കുള്ളത്. കളറിന് വേറൊരു ഭംഗി, പേളിന് വേറൊരു ഭംഗി, അതെല്ലാം ഓരോന്നിനും ഓരോ ഭംഗിയാണെന്നേ. ഇപ്പം എന്താ പ്രത്യേകിച്ച് പറയുകയല്ലേ. വേണ്ട, കൊള്ളാമോ? ഇതൊക്കെ നമ്മൾ ഒരു ഷോപ്പിൽ പോയി ചോദിച്ചാൽ നടക്കില്ല. കാര്യം എന്ന് വെച്ചാൽ അവർക്കൊക്കെ റെഡിമെയ്ഡ് കമ്മലുകളാണ് വരുന്നത്. അത് എല്ലാ കടകളിലും കാണും, മിക്ക കടകളിലും കാണും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഹാൻഡ് മെയ്ഡ് ജ്വല്ലറി ആകുമ്പോൾ അത് നമ്മുടെ കയ്യിൽ മാത്രമേ കാണത്തുള്ളൂ. ഇനി ഇത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റും. ഇതിൻ്റെയൊക്കെ വേറെ മോഡലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ മോഡലോട് ഒന്നിച്ച് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷനാകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൺഫ്യൂഷൻ ആകാത്ത രീതിയിലാണ് ഓരോ സെറ്റായിട്ട് കാണിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വേറെയും സ്റ്റഡുകളുമായിട്ട് വരും. ഇന്ന് ഈ സ്റ്റഡി വരാൻ കാരണം എന്താണെന്നറിയാമോ? ഇന്ന് എനിക്ക് വലിയ മാലയും അല്ലെങ്കിൽ മറ്റൊന്നും ഉണ്ടാക്കാനായിട്ടുള്ളൊരു നല്ലൊരു മൂഡ് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ സ്റ്റഡിയിൽ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് അടുത്ത വീഡിയോയ്ക്ക് വരാൻ ഒരു ഉന്മേഷം കിട്ടും. സത്യം പറഞ്ഞാൽ കുറേ ദിവസം ചെയ്യാത്തതുകൊണ്ടും വീഡിയോകളൊന്നും ചെയ്യാൻ പോകാത്തതുകൊണ്ടൊക്കെ ഒരു ഉന്മേഷമില്ല. അത് ആ യൂട്യൂബിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഇറങ്ങിയാൽ അങ്ങ് ഇറങ്ങും, രണ്ടും കെട്ട്. അതല്ല, നമ്മൾ ഒന്നും മടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഭയങ്കര മടി, പിന്നെ നമുക്ക് ഇതിനെ ഫേസ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയുണ്ടാവും കേട്ടോ. അതാണ് എനിക്ക് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ എന്തായാലും ഒന്ന് എന്താണ് ബൂസ്റ്റൊക്കെ കഴിച്ചപ്പോൾ ലെവലായി വന്നിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഉഷാറായിട്ട്, അമ്മയ്ക്ക് ഇച്ചിരി കുറവുണ്ടായത് കൊണ്ടാണ് കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് നമ്മുടെ ക്യാമറ എടുക്കാൻ വരില്ല. അതാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യേണ്ടേ. ആ ക്യാമറമാൻ്റെ അമ്മയ്ക്കല്ലേ വയ്യാതിരിക്കുന്നത്, അപ്പോൾ ക്യാമറമാൻ വരില്ല. അപ്പോൾ ഇന്ന് പോയി പുള്ളി കണ്ടു, അമ്മയായിട്ട് സംസാരിച്ചു. അമ്മ ഇങ്ങനെ തലയാട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കൊരു സന്തോഷമല്ലേ, നമ്മൾ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഇത്. അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ വീട്ടിൽ വരുമ്പോഴേ ഓരോ വിഷമങ്ങൾ മനസ്സിലാകത്തുള്ളൂ ഇല്ലേ. അപ്പോൾ ഇതാണ്, നിങ്ങൾക്ക് കമ്മലുകളെല്ലാം ഇഷ്ടപ്പെട്ടോ? നമ്മുടെ ദുഃഖത്തിൻ്റെ ഇടയിൽ നിങ്ങൾ ഇതൊന്നും മറന്നു പോകണ്ട. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇതൊക്കെ ഉണ്ടാക്കി എല്ലാവരും നോക്കുക. കടക്കാർക്കൊക്കെ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ അവരെ കോണ്ടാക്റ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അവരൊക്കെ സമീപത്തുള്ള കടക്കാർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നക്കാപ്പിച്ച പൈസ തരും. അത് വേണ്ട, കൊടുക്കണ്ട. അല്ലാതെ ഇങ്ങനെയൊക്കെ കണ്ടൊക്കെ വാങ്ങിച്ചാൽ മതി. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിലേക്കൊക്കെ കയറി നിങ്ങളുടെ പോസ്റ്റുകളിടും, ഇതെല്ലാം ജ്വല്ലറിയുടെ പോസ്റ്റുകളിടും. ആവശ്യമുള്ളവർ നമ്മളെ വാങ്ങിച്ചോളും, ആവശ്യമില്ലാത്തവർ എവിടെയായാലും വാങ്ങിക്കത്തില്ലല്ലോ. അപ്പോൾ പിന്നെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുക, നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൊടുക്കുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കൊടുക്കുക, പിന്നെ അങ്ങനെയൊക്കെ ഓരോരുത്തടുത്ത് കൊടുക്കുക. അല്ല നമ്മൾ ഈ ഷോപ്പുകളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർക്ക് ഒരു വിലയില്ല, നമ്മളെ അറിയാമോ. അതുകൊണ്ട് അതൊക്കെ ഞാനെങ്ങും കൊടുത്തിട്ടൊന്നുമില്ല, ആരുടെ അടുത്ത് ഞാൻ ചോദിക്കാനും പോയിട്ടില്ല. ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആവശ്യമുള്ളവർ വാങ്ങും. അല്ലാത്തവർ ഈ വില പേശുന്നവർ എവിടെയും വില പേശുമല്ലോ, അതവരുടെ ഒരു തൊഴിലാണ്, അവർ ആ ജന്മനാ കിട്ടിയ ഒരു വാസനയാണത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ളവരെന്ന് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊന്നും ചീഞ്ഞു പോകുന്നതല്ല, ഇത് മീനൊന്നും അല്ലല്ലോ. മീനൊക്കെ ആണെങ്കിൽ ശരിയാ കൊണ്ടുപോകുമെന്ന് പറയാം.
ഇതിപ്പോൾ മീനൊന്നും അല്ലല്ലോ, ഇത് അവിടെ ഇരിക്കട്ടെ, ഇതിനൊരു അവകാശം വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ അടുത്ത്. വരും. ഇവിടെ തന്നെ ഇരുന്നാലും ഓരോരുത്തർ വന്നിട്ട് എന്ത് ചോദിക്കും, രാധ ചെയ്തത് വല്ലതും ഉണ്ടോ? ചെയ്തത് ഞാനൊന്നും ചെയ്ത് വെക്കത്തൊന്നുമില്ല. ഇതിപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ ഞാനങ്ങ് കൊടുക്കും. അങ്ങനെയാണ് എൻ്റെ സ്വഭാവം. അങ്ങനെ അപ്പോൾ എന്തായാലും പേള് മാലകളൊക്കെ വാങ്ങുമ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കമ്മലും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ എന്താ വിശേഷം? ഇനി അടുത്ത വിശേഷമായിട്ടൊക്കെ നമുക്കിങ്ങനെ പതുക്കെ പതുക്കെ വരാം. ഉണർന്ന് വരുന്നേ ഉള്ളൂ ഞാനേ. അപ്പം നാളെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നാളെ ഞാൻ നിങ്ങൾക്കൊരു പഴഞ്ചൊല്ല് ചോദിക്കും. നിങ്ങളുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ഞാൻ നാളെ ചോദിക്കും. ആ ക്വസ്റ്റ്യന് ആൻസർ ഫസ്റ്റ് ആര് തരുന്നോ അവർക്ക് നല്ലൊരു ഗിവ് അവേ ഞാൻ തരും. അത് ഗിവ് അവേ അല്ല കേട്ടോ, അത് ക്യാഷ് ആയിരിക്കും തരുന്നത്. ഇനി ക്യാഷാണ് തരുന്നത്. അത് ആരാന്ന് വെച്ചാൽ ഒരാൾക്കും ഞാൻ തരത്തുള്ളൂ. ഫസ്റ്റ് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കും തരുന്നത്. പിന്നെ ഒത്തിരി നാളായില്ലേ നമ്മൾ ഗിവ് അവേ ഒക്കെ കൊടുത്തിട്ടില്ലേ. വരാം പതുക്കെ വരും. ആരോ എൻ്റെ അടുത്ത് ചോദിച്ച് ക്രിസ്മസിന് ഗിവ് അവേ ഇല്ലെന്ന്. അപ്പം എനിക്കല്ലേ നിങ്ങൾ തരേണ്ടത്? ഓണത്തിന് ഞാൻ തന്നില്ലേ, 12 പേർക്കല്ലേ ഞാൻ തന്നത്. അപ്പോൾ ക്രിസ്മസിന് നിങ്ങൾ എനിക്ക് നിങ്ങൾ ആരും ഒരു വക എനിക്ക് തന്നില്ല. ഒന്ന് ചേച്ചിക്ക് ഇരിക്കട്ടെ, ഒരു കേക്ക് ഇരിക്കട്ടെ എന്നെങ്കിലും പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് വിളിച്ചോ? ഇല്ലല്ലോ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് മിണ്ടൂല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിങ്ങളെ പറ്റിക്കുന്നത് ഞാൻ. അതൊന്നുമല്ല കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളുടെ സ്നേഹമാണ് വലുത്. പിന്നെ എവിടെ ചെന്നാലും ദൈവം സഹായിച്ച് എന്നെ ഒരാളെങ്കിലും ഏതൊരു ഞാൻ എവിടെ ചെന്നിറങ്ങിയാലും എന്നെ ഒരാളെങ്കിലും എന്നെ അറിയാവുന്നവർ ഓടി വരുന്നുണ്ടെന്നുള്ള അതാണ് എനിക്ക് നിങ്ങൾ തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ബന്ധുക്കളാണ് നിങ്ങൾ. നമ്മളെ സ്വന്തക്കാരെക്കാളും ഞാൻ നിങ്ങളെയാണ് കൂടുതലും സ്നേഹിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആ സ്നേഹം എപ്പോഴും ഉണ്ടാകും. പക്ഷേ എനിക്കറിയില്ലല്ലോ ആരൊക്കെയാണ് എന്നെ കാണുന്നതെന്നുള്ള അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു മടിച്ചൊന്നും നിൽക്കല്ലേ. നിങ്ങൾ എൻ്റെ അടുത്ത് തന്നെ ഓടി വരണേ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇനിയുള്ള വേറെ വീഡിയോകളുമായിട്ട് വരാം. നമ്മൾ എന്തായാലും ഞാൻ മുടക്കാതിരിക്കാൻ നോക്കാം. ബുധനും ശനി എന്നുള്ളത് മുടക്കാതിരിക്കാൻ നോക്കാം. കഴിവതും ഞാൻ വരാം കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.